ടർക്കിഷ് യാത്ര അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടി. കയാക്കിങ്ങിന്റെ സ്ലോട്ട്സ് കിട്ടി. നമ്മൾ ഇന്ന് കയാക്കിങ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഫൈനലി മാമിയിൽ കണ്ടുപിടിച്ചു. ഇതും ക്ലിയർ കയാക്കാണ്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ഇരുന്നിട്ട് പിന്നെ നമ്മൾ തന്നെ ഒഴിച്ചു കൊണ്ടുപോകണം. നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ സിറ്റീൻ്റെ ടൂറൊക്കെ കിട്ടാണ്. അതെ, സിറ്റീൻ്റെ കാണാം. എന്തായാലും മറ്റൊരു എക്സ്പീരിയൻസിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. ഇതെന്താണ് നമ്മൾ കുറേ നേരം ആലോചിച്ച് നിന്നു. നമ്മളതിൻ്റെ മുന്നിൽ കൂടെ പോവുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. നമ്മൾ സ്പേസ് കൊടുത്താൽ മാത്രമേ അത് മൂവ് ആവുള്ളൂ. ഇതെന്താണ് സംഭവം എന്ന് നമ്മൾ ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് ഇവിടുത്തെ ഫുഡ് ഡെലിവറീൻ്റെ വെഹിക്കിളിന് ഇതിന് ആരോ എവിടെയോ ഇരുന്ന് കൺട്രോൾ ചെയ്യണുണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കയാക്കിങ്ങിൻ്റെ സ്പോട്ടിലെത്തി. നമ്മൾ ചെയ്യണത് ഗെറ്റപ്പ് ആൻഡ് ഗോ കയാക്കിംഗ് ആണ്. ഇതായിരുന്നു മീറ്റപ്പ് പോയിന്റ് അവർ പറഞ്ഞ സ്ഥലം. ആ ഫുഡ് റോബോട്ടിനൊക്കെ കണ്ടിട്ട് കുറച്ച് ടൈമൊക്കെ കളഞ്ഞുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് എത്തി എന്തായാലും. പക്ഷെ ഓൾറെഡി ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഈ ക്രിസ്മസ് അപ്പൂപ്പനും ഉണ്ടായിരുന്നു വെയിറ്റിംഗിൽ. ഓൾ സെറ്റ്. ഇതിൽ കൂടെയാണ് നമ്മുടെ കയാക്ക് പോകാൻ പോണത്. ഈ സിറ്റീൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഈ സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലേക്ക് വരെ പോകും. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായി. ഇത് നോക്കാം എങ്ങനെയാണ്. ഭയങ്കര പവർ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 2 മണിക്കൂർ പോയിട്ട് വരാം. ഇവരായിരുന്നു കേട്ടോ നമ്മുടെ ഗൈഡ്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ കണ്ടോ ഓൾറെഡി ആൾക്കാർ കയാക്കിങ് ചെയ്ത് തുടങ്ങി. പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എത്തിയതിന് ശേഷം ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജുജു എന്തായാലും കയറി. ഇനി നെക്സ്റ്റ് ഇതാ എൻ്റെ ടേൺ. കയറുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയോ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കയറിയിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ കയാക്കിങ് സ്റ്റാർട്ടായി. നമ്മുടെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ പതുക്കെ ബാലൻസൊക്കെ ചെയ്തിട്ട് ആയം പോലെ ഈ ഭംഗിയൊക്കെ കണ്ടുപോയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കൂടുതൽ തന്നെ മുമ്പ് പോയി. അവർക്കൊക്കെ ഇത് ഭയങ്കര പ്രാക്ടീസ് ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഈ ക്ലിയർ കയാക്ക് എന്ന് പറയുന്നത്. ബോട്ട് കണ്ടു, ട്രാൻസ്പെറൻറ്റ് ബോട്ട്. അപ്പോൾ താഴെ കൂടെ വെള്ളം പിന്നെ ക്രിയേച്ചേഴ്സൊക്കെ കാണും. അതാണ് ഈ കയാക്കിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി, ക്ലിയർ വാട്ടർ കയാക്ക്. നമ്മൾ ഈ സിറ്റി വ്യൂ കയാക്കിംഗ് ആണ് ചൂസ് ചെയ്തത്. വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ജംഗിൾ തീം കയാക്ക്. അതാകുമ്പോൾ ഈ റൂട്ടൊക്കെ കുറച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണതായിരിക്കും. എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് കുറച്ച് വെളിച്ചവും ആൾക്കൂട്ടമൊക്കെ ഉള്ളിടത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. വീഡിയോ കുറേ ആയി എടുക്കുന്ന ഇനിതാ വന്ന പണി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ പാഡലിങ് സ്റ്റാർട്ട് ചെയ്തു. കാണുന്ന പോലെയല്ല, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഭയങ്കര ഹെവിയാണ് ഈ പാഡൽ. റൈറ്റ് ചെയ്യുക, ലെഫ്റ്റ് ചെയ്യുക. ഞാൻ തളർന്നു. പിന്നെ ഇതുപോലത്തെ വലിയ ബോട്ട്സും സ്പീഡ് ബോട്ടും അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ബോട്ട്സൊക്കെ വരുന്ന സമയത്താണ് വേവ്സ് കുറച്ചുകൂടി കൂടുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പാഡൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി നിന്നിട്ട് ഇവർക്ക് സ്ഥലം കൊടുക്കണം. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയാക്കിങ്ങിൻ്റെ. 2 hours ട്രിപ്പിൽ നമ്മൾ ഹാഫ് വേ എത്തി. ഇനി തിരിച്ച് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. നമ്മുടെ ഇൻഡിവിജ്വൽ പാഡലിംഗ് കണ്ടില്ലേ? ഇതാ ഇനി നമ്മുടെ ജോയിൻ്റ് എഫേർട്സ് കാണാം. ഇത് നമ്മുടെ ഗൈഡ് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. Hey, Miami Beach, Florida. Get up and go kayaking. First time kayaking. അങ്ങനെ ആ വീഡിയോ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് റിയൽ ടൈം റിവ്യൂ കേൾക്കാം. എങ്ങനെയുണ്ട് കയാക്കിങ്? നല്ല പണിയാണ്. ബാക്കിലിരിക്കുന്ന ആൾക്കാർ കൂടുതൽ പ്രഷർ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പിടിച്ചു. ടയേർഡായ കുടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, തേങ്ങയൊക്കെ കിടക്കണ്ടായിരുന്നു അവിടെ. അതിനൊക്കെ നമ്മൾ തട്ടി മാറ്റിയിട്ടാ നമ്മൾ ഫൈനലി എത്താറായി നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക്. നമ്മൾ കയാക്കിങ് ചെയ്ത് അവിടെ വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ സമയം എങ്ങനെയാണ് പോയെന്ന് അറിഞ്ഞില്ല. ഇതാ ഇപ്പം സൺസെറ്റും ആവാറായി. ഇനി അടുത്ത ടാസ്ക്കാണ് ഇതിൽ നിന്നൊന്ന് ഇറങ്ങി കിട്ടാൻ. കയറിയ സീക്വൻസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങണതും. നമ്മൾ കയാക്കിങ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പോകുമ്പോഴും ലാസ്റ്റ് തന്നെയായിരുന്നു, വന്നപ്പോഴും നമ്മൾ ലാസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇറങ്ങാൻ പോണത്. അങ്ങനെ ആദ്യം തന്നെ പാഡിലെല്ലാം തിരിച്ചു കൊടുത്തു. ഇനി ഇറങ്ങേണ്ട സമയമായി. അങ്ങനെ പിടിച്ച് പതുക്കെ ഇറങ്ങി.
safely landed back on land. എങ്ങനെയുണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ഇവിടെ ഫുൾ കവർ ചെയ്തു. അതെ, നനഞ്ഞു ആക്ച്വലി. ഫുൾ ഈ ബോട്ട് വരുമ്പോ അതിന്റെ വേവ്സ് കാരണം അത് നമ്മൾ പാഡിൽ ചെയ്യില്ല, പക്ഷെ സ്റ്റേ പൊസിഷനിലായാലും വെള്ളം തെറിക്കും. അതെ, നല്ലോണം തെറിക്കും. നല്ലൊരു എക്സ്പീരിയൻസ്, ന്യൂ നല്ല എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആണ്. കുറെ നേരം വിചാരിച്ച് ഫൈനലി ചെയ്തു. കയാക്കിംഗ് ഡൺ. നമുക്കിനി കുറച്ച് പുറകോട്ടേക്ക് പോവാം. പിന്നെ ക്രിയേച്ചേഴ്സ് പറഞ്ഞാൽ എന്താ കൂടുതൽ കാണാൻ പറഞ്ഞു? മാനിറ്റീസ് പറഞ്ഞാണ് ക്രിയേച്ചർ. അത് കാണാം. പിന്നെ ചിലപ്പോ ഡോൾഫിൻസും ടേർട്ടിൽസും ചിലപ്പോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ടോട്ടോയ്സ്, മാൻറ്റീസ് ഒന്നും കണ്ടില്ല. പിന്നെ ഷാർക്കും കാണും പറഞ്ഞാൽ. പക്ഷെ കുറച്ച് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും വേവ്സ് കാരണം വെള്ളം കൂട്ടിലേക്ക് വരായിരുന്നു. അപ്പൊ അതെടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഫിഷസ് ഒക്കെ കണ്ടു. പക്ഷെ ഈ പറഞ്ഞ 2 സാധനങ്ങളൊന്നും പരിസരത്ത് ഉണ്ടായിരുന്നില്ല. അതെ, അത് വലിയ ബോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് സൈഡിൽ പോകാൻ പറയും. അപ്പോ അതിന് പിന്നെ ഒത്തിരി നല്ല വേവ്സ് ആയിരിക്കും. പിന്നെ അത് ബോട്ടിലെല്ലാം വെള്ളം കയറും. അതന്നെ. പക്ഷെ ഓവറോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അതെ, നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കുറെ ദിവസമായി തൊട്ട് കയാക്കിംഗ് പറഞ്ഞോണ്ട്. അതെ, നമ്മള് നാട്ടിലൊക്കെ ചെയ്യണ ബോട്ടിംഗ് പോലെ തന്നെയാണ്. പണ്ടൊക്കെ കാണുമ്പോ വിചാരിക്കാറുണ്ട് എനിക്കിങ്ങനെ എന്താ പറയാ വെള്ളം അങ്ങനെ ചെയ്യണം. ഇപ്പൊ അത് എടുത്തപ്പോഴാണ് ഭയങ്കര വെയിറ്റ് അതല്ലേ. സ്റ്റാമിന വേണം. അതുണ്ടായിരുന്നു. ഞാൻ തളർന്ന് വൈകുന്നേരം ഇങ്ങനെ സ്റ്റേ ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്തത്. പിന്നെ 2.5 മണിക്കൂർ ചെയ്തോണ്ടിരുന്നു. സൺസെറ്റ് ആവാറോ? അതെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ. അപ്പൊ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് വിദേശ്.